നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിനെ കുറിച്ച് നിരാശപ്പെടുത്തുന്ന പുതിയ വാർത്ത വന്നിരിക്കുന്നു. ഇന്ത്യയിൽ 20 ലക്ഷം കണക്ഷനുകൾ മാത്രമേ നൽകൂ, അതും പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ സ്പീഡിലും. എന്തുകൊണ്ടാണ് കണക്ഷനുകൾ പരിമിതപ്പെടുത്തിയത്? എന്താ പെട്ടെന്നൊരു മാറ്റത്തിന് കാരണം? ഇത് ഇന്ത്യയിലെ ടെലികോം മേഖലയെ എങ്ങനെ ബാധിക്കും? നമുക്ക് നോക്കാം. സ്റ്റാർലിങ്ക് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത ഒരു സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സേവനമാണ് എന്നത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലോ എർത്ത് ഓർബിറ്റിൽ, അതായത് ഭൂമിയിൽ നിന്ന് ഏകദേശം 550 മുതൽ 2000 കിലോമീറ്റർ വരെ ഉയരത്തിൽ ആയിരക്കണക്കിന് ചെറിയ ഉപഗ്രഹങ്ങൾ വിന്യസിച്ചാണ് ഉയർന്ന വേഗതയുള്ള ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നത്. ഇന്ത്യയിൽ സ്റ്റാർലിങ്കിന് 20 ലക്ഷം കണക്ഷനുകൾ മാത്രമേ നൽകാൻ അനുവാദമുള്ളൂ, അതും 200 Mbps വേഗതയിൽ. നിലവിൽ 300 Mbps വേഗത വരെ സ്റ്റാർലിങ്ക് നൽകുന്നുണ്ട്. ചിലയിടത്ത് ഇത് 400 വരെ കിട്ടുന്നുണ്ട്. വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സ്റ്റാർലിങ്കിൻ്റെ 20 ലക്ഷം കണക്ഷൻ പരിമിതി പ്രധാനമായും ഇന്ത്യൻ സർക്കാർ നിശ്ചയിച്ച നിയന്ത്രണങ്ങളും സ്റ്റാർലിങ്കിൻ്റെ നിലവിലെ ശേഷിയും മൂലമാണ്. കേന്ദ്ര ടെലികോം സഹമന്ത്രി ചന്ദ്രശേഖർ പറഞ്ഞതനുസരിച്ച് ഈ പരിമിതി സ്റ്റാർലിങ്കിൻ്റെ നിലവിലെ ഉപഗ്രഹ ശേഷിയെ അടിസ്ഥാനമാക്കിയാണ്. ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങളുണ്ടെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് എത്ര കണക്ഷനുകൾ നൽകാൻ കഴിയുമെന്നത് അവയുടെ ശേഷിയും ഫ്രീക്വൻസിയുടെ ലഭ്യതയും അനുസരിച്ചാണ്. ഇന്ത്യയിൽ സാറ്റലൈറ്റ് ആശയവിനിമയത്തിന് ആവശ്യമായ സ്പെക്ട്രം ഇതുവരെ പൂർണ്ണമായി അനുവദിച്ചിട്ടില്ല. സ്റ്റാർലിങ്കിന് സ്പെക്ട്രം അനുവദിക്കുന്നതിന് മുമ്പ് ദേശീയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇതാണ് കണക്ഷനുകളുടെ എണ്ണം പരിമിതപ്പെടുത്താനുള്ള പ്രധാന കാരണം. കൂടാതെ ഇന്ത്യയിൽ ഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഗേറ്റ്വേ സ്റ്റേഷനുകൾ സ്ഥാപിക്കണം. ഇതിൻ്റെ പരിമിതമായ ശേഷിയും 20 ലക്ഷം കണക്ഷൻ എന്ന എണ്ണത്തിന് കാരണമായി എന്ന് മന്ത്രി പറയുന്നു. സ്റ്റാർലിങ്ക് ലക്ഷ്യം വയ്ക്കുന്നത് ഗ്രാമീണ വിദൂര പ്രദേശങ്ങളെയാണ്. ഇവിടെ BSNL അടക്കമുള്ള മറ്റ് മൊബൈൽ കമ്പനികൾക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. അതിനാൽ സ്റ്റാർലിങ്കിൻ്റെ പരിമിതമായ കണക്ഷനുകൾ മറ്റ് ടെലികോം കമ്പനികൾക്ക് വലിയ ഭീഷണിയാകാൻ സാധ്യതയില്ല. 2022 മുതൽ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ സേവനം ആരംഭിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ദേശീയ സുരക്ഷാ ആശങ്കകൾ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ മൂലം അത് വൈകി. ഈ ജൂൺ ജൂലൈയോടുകൂടി ലൈസൻസുകൾ ഏറെക്കുറെ നേടിയതോടെ യൂട്ടൽസാറ്റിൻ്റെ വൺവെബിനും ജിയോയ്ക്കും ശേഷം 3ാമത്തെ സാറ്റലൈറ്റ് സേവനദാതാവായി സ്റ്റാർലിങ്ക്. എന്നാലും സ്പെക്ട്രം അനുവദിക്കലും സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കണം. ഇതാണ് കണക്ഷനുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ കാരണം. അല്ലെങ്കിലും സ്റ്റാർലിങ്ക് സാധാരണക്കാരന് പറ്റിയതല്ല, കാരണം അതിൻ്റെ വില തന്നെയാണ്. 33,000 രൂപയുടെ കിറ്റും 3,000 മുതൽ 4,200 രൂപ വരെ മാസവരിയും നൽകണം. അതുകൊണ്ട് തന്നെ ഇനി കണക്ഷൻ കിട്ടിയാലും അധികമാരും എടുക്കാൻ സാധ്യതയില്ല. ഗ്രാമീണ വിദൂര പ്രദേശങ്ങളിൽ ഉയർന്ന വേഗതയുള്ള ഇൻ്റർനെറ്റ് ലഭ്യമാക്കാൻ സ്റ്റാർലിങ്കിന് കഴിയുമെങ്കിലും ഉയർന്ന വിലയും പരിമിതമായ കണക്ഷനുകളും കാരണം ഇത് നിലവിലുള്ള കമ്പനികൾക്ക് വലിയ ഭീഷണി ഉയർത്താൻ സാധ്യതയില്ല. ഇന്ത്യയുടെ ഡിജിറ്റൽ കണക്ടിവിറ്റിയിലെ വിടവ് നികത്താൻ സ്റ്റാർലിങ്ക് സഹായിക്കുമെങ്കിലും നിലവിലെ ഇന്ത്യയിലെ ടെലികോം കമ്പനികളും ശക്തമായി മത്സരരംഗത്തുണ്ടാകും. അപ്പോൾ പിന്നെ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ വിജയിക്കുമോ? എന്തായാലും കാത്തിരുന്ന് കാണാം.